التمسك بالأثر نجاه. അടുത്ത ഹദീസ് عن أبي نجيح على عرباض بن سارية رضي الله تعالى عنه قال ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ കുനിയത്താണ് അബൂ നജീഹ് എന്നുള്ളത്. അദ്ദേഹം പറയാണ്, വഅളന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് മൻഹജി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ഉള്ളൊരു ഹദീസാണ്. നമുക്ക് 9:30 തന്നെ നിർത്തേണ്ടതുകൊണ്ട് ഞാൻ ആ ഹദീസിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞു പോവാൻ. വഅളന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇളതൻ ബലീഗ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് ഒരു സാരോപദേശം, ഒരു വഅള് നടത്തുകയുണ്ടായി. അതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? മൗഇളതൻ ബലീഗ, വളരെ സാരസമ്പൂർണമായ, മനസ്സിൽ തറക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് സംസാരിച്ചത്. വജിലത് മിൻഹൽ ഖുലൂബ്. ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ തെളിവ് പിടിച്ചിട്ടുള്ള കാര്യമാണ്, വഅളിന് വേണ്ടിയിട്ട് നല്ല ബലീഗായ ശൈലി ഉപയോഗിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകാന്നല്ല, മറിച്ച് സംസാരിക്കുന്ന ആൾ പറ്റുമെങ്കിൽ ആളുകളുടെ മനസ്സിൽ സ്വാധീനം ഉണ്ടാക്കുന്ന രൂപത്തിൽ നല്ല പദങ്ങളും നല്ല ഉസ്ലൂബിലും നല്ല ശൈലിയിലും സംസാരിക്കുക എന്നുള്ളത് സുന്നത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുപോലെ വെള്ളിയാഴ്ച ജുമകളിലൊക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ നമ്മളെ സലഫി മെമ്പറുകളിൽ തന്നെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഭയങ്കര ഗഹനമായ ചർച്ചകളാണ് പലപ്പോഴും മെമ്പറുകളിൽ നടക്കുന്നത്. അത് ചിലപ്പോഴൊക്കെ ആവശ്യം വരും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊതുവായ ഖുതുബയുടെ ശൈലി എന്ന് പറഞ്ഞാൽ അത് വഅളായിരുന്നു. ആളുകൾക്ക് അവരുടെ മനസ്സിൽ തറക്കുന്ന സാരോപദേശങ്ങളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയിരുന്നത്. അല്ലാതെ കർമ്മശാസ്ത്ര വിഷയത്തിൻ്റെ A to Z അത് പൊളിച്ചടക്കുന്ന വിശാലമായ ചർച്ചയൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മെമ്പറിൽ വെച്ച് ചെയ്തിട്ടില്ല. ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ആവുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അടിസ്ഥാനം, ജുമുഅ ഖുതുബയുടെ അടിസ്ഥാനം അത് വഅളാണ്. ആളുകൾക്ക് ആയത്തും ഹദീസും ഓതി സാരോപദേശം നൽകുക എന്നുള്ളതാണ്. അതന്നെ കുറഞ്ഞ പദങ്ങളിലാകുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബയുടെ കാര്യത്തിലുള്ള സുന്നത്ത്. അലാ കുല്ലി ഹാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബലീഗത്തായ, സാരസമ്പൂർണമായ ഒരു ഉപദേശം ഞങ്ങളോട് നടത്തുകയുണ്ടായി. വജ്ലത് മിൻഹൽ ഖുലൂബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സംസാരം കേട്ട് ഞങ്ങൾക്കെല്ലാം പേടിയായി. ഞങ്ങളുടെ ഹൃദയങ്ങളെല്ലാം പേടിച്ച് വറക്കാൻ തുടങ്ങി. അത് മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയാത്തുകൾ കേട്ട് കഴിഞ്ഞാൽ, ഉപദേശങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഹൃദയത്തിന് ഭയപ്പാടുണ്ടാകുക എന്നുള്ളത് മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയം പേടിക്കും. വദറഫത് മിൻഹൽ ഉയൂൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം കേട്ട് ഞങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വന്നു. അതും മുഅ്മിനീങ്ങളുടെ വിശേഷണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂലി തറാ അഅ്യുനഹും തഫീദു മിനദ് ദംഅ. അല്ലാഹുവിൻ്റെ പ്രവാചകന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ട ആയത്തുകൾ കേട്ടുകഴിഞ്ഞാൽ തറാ അഅ്യുനഹും തഫീദു മിനദ് ദംഅ, അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നതായിട്ട് പ്രവാചകരെ താങ്കൾക്ക് കാണാൻ പറ്റും. അത് ഹൃദയം, അത് ആരോഗ്യമുള്ള ഹൃദയമാണ്, സജീവമായ ഹൃദയമാണ്, ജീവനുള്ള ഹൃദയമാണ് എന്നുള്ളതിൻ്റെ അടയാളാണ്. ഹൃദയം എത്ര കണ്ട് അത് ഖസ്വത്തുള്ളതാകുന്നുവോ, എത്ര കണ്ട് തിന്മകൾ ചെയ്ത് അത് പരുഷമാകുന്നുവോ, അത്ര കണ്ട് അതിൽ നിന്ന് ഉറവകൾ കുറയും, കണ്ണിൽ നിന്ന് ഉറവകൾ കുറയും. ഹൃദയം എത്ര നൈർമല്യമുള്ളതാകുന്നുവോ അത്ര കണ്ട് കണ്ണുനീർ കൂടുതലായി വരുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒരു പരിശോധന നടത്തേണ്ട കാര്യമാണ്. നമുക്ക് ഉപദേശങ്ങൾ നമുക്ക് കണ്ണുനീർ വരുത്താറുണ്ടോ, നമ്മുടെ ഹൃദയത്തിന് ഭയപ്പാടുണ്ടാക്കാറുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. ഇല്ലെങ്കിൽ
അത് ഗുരുതരമായ അവസ്ഥയിൽ നമ്മുടെ ഹൃദയം എത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരടയാളമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ശർറിൽ നിന്നും എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഫഖുൽന, ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞങ്ങൾ പറഞ്ഞു, റസൂലിൻ്റെ ഈ വഅദ് കേട്ടപ്പോൾ റസൂലിനോട് ഞങ്ങൾ ചോദിച്ചു. സാന്ദർഭിക ഒരു കാര്യം പറയാനുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വഅദ് റിവായത്തുകളിലൊന്നും വന്നിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നടത്തിയിട്ടുള്ള വഅദ് എന്തായിരുന്നു എന്നുള്ളത് റിവായത്തുകളിലൊന്നും വന്നിട്ടില്ല. ഫഖുൽന, ഈ വഅദ് കേട്ടപ്പോൾ ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, കഅന്നഹാ മൗഇദതു മുവദ്ദിഇൻ ഫഔസിന, താങ്കളുടെ ഈ സംസാരം കേട്ടിട്ട് വിട പറയാനിരിക്കുന്ന, യാത്ര പറയാനിരിക്കുന്ന ഒരാളുടെ ഉപദേശം പോലെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഫഔസിന, ഞങ്ങൾക്ക് വല്ല വസിയത്തും നൽകിയാലും. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തിൻ്റെ ശൈലി കണ്ടിട്ട് സഹാബത്തിന് ഈ റസൂല് വിട പറയാനിരിക്കുകയാണോ എന്നൊരു സൂചന അവർക്ക് തോന്നി. ആ ശൈലിയിലാണ് റസൂലിൻ്റെ സംസാരം. അപ്പോഴും സഹാബത്ത് അവരാണ് ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ഖൈറിനോട് താല്പര്യമുള്ള ആളുകൾ. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വസിയത്ത് ആവശ്യപ്പെടുകയാണ്. വസിയത്ത് എന്ന് പറഞ്ഞാൽ ഗൗരവമുള്ള ഉപദേശത്തിനാണ് വസിയത്ത് എന്ന് പറയുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വസിയത്ത് നൽകി, ഊസീകും ബിത്തഖ്വല്ലാഹ് വസ്സംഇ വത്താഅ വഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ فإنه من يعش منكم فسيرى اختلافا كثيرا فعليكم بسنتي وسنة الخلفاء الراشدين المهديين عضوا عليها بالنواجذ وإياكم ومحدثات الأمور فإن كل بدعة ضلالة. 4 കാര്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വസിയത്തായി നൽകിയത്. ഒന്നാമത്തേത് ഊസീകും ബിത്തഖ്വല്ലാഹ്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള തഖ്വ മുറുകെ പിടിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിച്ചുകൊണ്ടും നിങ്ങൾ തഖ്വയുള്ള ആളുകളായി മാറണം. അമ്പിയാക്കന്മാരെല്ലാം അവരുടെ ഉമ്മത്തിന് കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട വസിയത്തുകളിൽപ്പെട്ടതാണ് തഖ്വ. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഉമ്മത്തിനും കൊടുത്തിട്ടുള്ള വലഖദ് വസ്സൈനൽ ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വഇയ്യാക്കും അനിത്തഖുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഉമ്മത്തിനും നൽകിയിട്ടുള്ള വസിയത്തുകളിൽപ്പെട്ടതാണ് തഖ്വ. തഖ്വയെക്കുറിച്ച് അതിൻ്റെ നിർവചനങ്ങളൊക്കെ ഹദീസുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, അതിൽ വന്നിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ടാമത്തെ വസിയത്ത് വസ്സംഇ വത്താഅ, നിങ്ങൾ ഭരണാധികാരികളെ കേട്ടനുസരിക്കണം. ഭരണാധികാരികളെ നിങ്ങൾ അനുസരിക്കണം. അഥവാ ഇസ്ലാമിക ഭരണാധികാരികൾ നിങ്ങളോട് വല്ലതും കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും അതിനെ നിങ്ങൾ അനുസരിക്കുകയും വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്താണ്. വസിയത്ത് എന്ന് പറഞ്ഞാൽ ഗൗരവമുള്ള ഉപദേശമാണ്, ഒരിക്കലും അലംഭാവം കാണിക്കേണ്ട കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം ഉണർത്തിയിട്ടുള്ള കാര്യമാണ് ഭരണാധികാരികളെ അനുസരിക്കണം എന്നുള്ള കാര്യം. വഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ, നിങ്ങൾക്ക് ഭരണാധികാരിയായി വരുന്നത് ഒരു അടിമയാണെങ്കിൽ പോലും, പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉള്ള കാര്യമാണ്, അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്, അടിമ ഒരിക്കലും വിലായത്തിന് യോഗ്യനല്ല എന്നുള്ളത്. വിലായത്തിന് യോഗ്യനല്ല അടിമയെ ഒരിക്കലും വിലായത്ത് ഏൽപ്പിക്കാൻ പാടില്ല. പിന്നെ എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയാനുള്ള കാരണം? അത് പണ്ഡിതന്മാർ പല തൗജീഹാത്തുകളും പല ന്യായങ്ങളും അതിന് പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ്, അടിമ ഭരണത്തിലെത്തിയത്, ഭരണാധികാരിയായത് അയാൾ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ടാണ്. അഥവാ ഉള്ള ഭരണാധികാരിയെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്? ഭരണത്തിലെത്തുന്നത്. അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. തെറ്റായ മാർഗത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? അയാൾ ഭരണത്തിലെത്തുന്നത്. അങ്ങനെ തെറ്റായ, ഇസ്ലാമിൽ ശരിയായ രൂപത്തിൽ വിലായത്തിന് ചില രീതികളുണ്ട്. തെറ്റായ രീതിയാണ് ഉള്ള ഭരണാധികാരിയെ അട്ടിമറിച്ചുകൊണ്ട് ഭരണത്തിൽ വരിക എന്നുള്ളത്. അപ്പോൾ ഈ അടിമ ഭരണത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സാധ്യത ഇത് മാത്രമാണ്. വേറെ ചില സാധ്യതകൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അയാൾ ഉള്ള രാജാവിനെ വധിച്ചിട്ടോ അങ്ങനെയൊക്കെ ഭരണത്തിൽ കയറിയ ആളായിരിക്കും. അങ്ങനെ കയറി അയാളുടെ കീഴിൽ
മുസ്ലിം രാജ്യം സ്വസ്ഥമായ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യണം? അയാൾക്കും സമൂഹം താഴത്തും ഉണ്ട്. അഥവാ പിന്നീട് എന്ത് ചെയ്യാൻ പാടില്ല? അയാൾക്കെതിരെ പുറപ്പെടാനോ ഒന്നും പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ള ഉപദേശം അല്ലെങ്കിൽ വസിയ്യത്ത് എത്ര ഗൗരവമുള്ളതാണെന്ന് നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കുന്ന മഖാമിലാണ് സമൂഹം ത്വാഅത്തിനെ കുറിച്ചിട്ടും പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ അതിന്റെ ഗൗരവം മനസ്സിലാക്കാം. മാത്രമല്ല, അടിമയാണെങ്കിൽ പോലും എന്ന് പറയുമ്പോൾ അതിൽ മുബാലഗ തടങ്ങിയിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അഥവാ സമൂഹം ത്വാഅത്തിന്റെ കാര്യത്തിൽ കണിശമായി തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഉപദേശം കൂടി അതിൽ അടങ്ങിയിട്ടുണ്ട്. ഭരണാധികാരിയെ ഏതെല്ലാം കാര്യത്തിൽ അനുസരിക്കണം എന്ന് ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളിലും അനുസരിക്കണം. അള്ളാഹുവിനും അവൻ്റെ റസൂലിനുമുള്ള എതിരാകുന്ന കാര്യങ്ങളിൽ ഒഴികെ, മാസിയത്തായ കാര്യങ്ങളിൽ ഒഴികെ എല്ലാ കാര്യങ്ങളിലും ഭരണാധികാരി അനുസരിക്കണം. ഭരണാധികാരി കൽപ്പിക്കുന്ന കാര്യം അത് ഒരു കേവലം അനുവദനീയമായ കാര്യമാണെങ്കിൽ പോലും അയാൾ അനുസരിക്കണം എന്നാണ് പണ്ഡിതന്മാർ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. فإنه من يعش منكم فسيرى اختلافا كثيرا. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ, എനിക്ക് ശേഷം നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ കാണും. പണ്ഡിതന്മാർ പറഞ്ഞു അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബൂവത്തിന്റെ ആയാത്തുകളിൽപ്പെട്ടതാണ്. ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചു. അതുപോലെ തന്നെ സംഭവിച്ചു. ഈ ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാകും എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പ്രവചിച്ചു. അതുപോലെ തന്നെ സംഭവിച്ചു. സഹാബത്തിന്റെ അവസാന കാലമായപ്പോഴേക്ക് ഈ ഉമ്മത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. ഒരുപാട് ചില കക്ഷികളുണ്ടായി. ഖവാരിജികൾ പോലെ, ഖദരിയാക്കൾ പോലെയുള്ള കക്ഷികളുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചതുപോലെ തന്നെ സംഭവിച്ചു. അഭിപ്രായ വ്യത്യാസങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഖിലാഫ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൗനിയായി ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൗനിയായ പ്രാപഞ്ചികമായ അവന്റെ ഉദ്ദേശങ്ങളിൽ പെട്ടതാണ് ഉമ്മത്തിൽ ഖിലാഫ് ഉണ്ടാകുക എന്നുള്ളത്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. വലാ യസാലൂന യഖ്തലിഫൂൻ, അവർ ഭിന്നിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വലില്ലാഹി ഫി അഫ്ആലിഹി ഹിക്മത്തുൻ ബാലിഗ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ അവന് ഹിക്മത്തുകളുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാകും, ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല കൗനിയായി പ്രാപഞ്ചികമായി അള്ളാഹു ഉദ്ദേശിച്ച കാര്യമാണെങ്കിൽ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും, അത് സംഭവിക്കുക തന്നെ ചെയ്യും. നമ്മൾ അത് ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല. മറിച്ച് ആ സമയത്ത് നമ്മൾ ഏത് സമീപനം സ്വീകരിക്കണം എന്നുള്ളതാണ് പ്രധാനം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ച കാര്യമായിരുന്നു, ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാകരുത് എന്നുള്ളത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹത്തെ പൂർത്തീകരിച്ചു കൊടുത്തിട്ടില്ല. ഭിന്നിപ്പുണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. സുന്നത്ത് എന്നുള്ള പദം അത് ദീനിന്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടതാണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ. ആ നിലക്കാണ് സുന്നത്ത് എന്നുള്ള പദത്തെ സലഫുകൾ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. പിൻഗാമികളായ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ സുന്നത്തിനെ അഖീദ എന്ന നിലയ്ക്ക് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് അഖീദയുടെ പ്രാധാന്യം പ്രത്യേകം ഊന്നി പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ അസ്സുന്ന എന്നുള്ള പേരിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്. അവിടെ അസ്സുന്ന കൊണ്ട് ഉദ്ദേശിച്ചത് അഖീദ എന്നുള്ള അർത്ഥമാണ്. പക്ഷെ ഏറ്റവും പൗരാണികരായ ആദ്യകാലക്കാരായ പണ്ഡിതന്മാരുടെ അടുക്കൽ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ദീനിന്റെ എല്ലാ അബുവാബുകളും അതിൽപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഫഅലൈക്കും ബിസുന്നത്തി, നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, അതുപോലെ സച്ചരിതരായ സന്മാർഗം പിൻപറ്റിയ എൻ്റെ ഖുലഫാ ഉർ റാഷിദീങ്ങളുടെ ഈ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. അത് വിശദമായിട്ട് പറയേണ്ട മറ്റൊരു കാര്യമാണ് എന്താണ് ഖുലഫാ ഉർ റാഷിദീങ്ങളുടെ സുന്നത്ത് എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുറുകെ പിടിക്കാൻ പറഞ്ഞിട്ടുള്ളതാണ്.
അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു തആല അൻഹു അജ്മഈൻ ഇവർ ഒരു കാര്യം നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ സുന്നത്തിനെ മുറുകെ പിടിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അള്ളു അലൈഹ ബിൻ നവാജിദ്, എൻ്റെ സുന്നത്തിനെയും ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്തിനെയും നിങ്ങൾ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രയോഗത്തിൽ സുന്നത്തിൻ്റെ കാര്യത്തിൽ എത്ര കണിശത വേണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സുന്നത്തിന് നമ്മൾ കേവലം മുൻപല്ലുകൾ കൊണ്ടല്ല കടിച്ചു പിടിക്കേണ്ടത്, അണപ്പല്ലുകൾ കൊണ്ടാണ്. കാരണം പ്രത്യേകിച്ച് ഫിത്നയുടെ കാലഘട്ടത്തിൽ ശക്തമായിട്ടല്ല നമ്മൾ സുന്നത്തിൽ നിലകൊള്ളുന്നത് എങ്കിൽ നമ്മൾ പലപ്പോഴും ബിദ്അത്തിലേക്ക് വഴിമാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഉറച്ചു നിൽക്കേണ്ടി വരും, സുന്നത്തിനെ കടിച്ചു പിടിക്കേണ്ടി വരും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളു അലൈഹ ബിൻ നവാജിദ് എന്ന പ്രയോഗം കൊണ്ട് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, നിങ്ങൾ ബിദ്അത്തുകളെ സൂക്ഷിക്കണം. മുഹ്ദസാത്തുൽ ഉമൂർ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബത്തിനും പരിചയമില്ലാത്ത വിശ്വാസ കർമ്മ കാര്യങ്ങൾക്കെല്ലാം മുഹ്ദസാത്തുൽ ഉമൂർ എന്നാണ് പറയാം, പുതുതായി നിർമ്മിക്കപ്പെട്ട കാര്യങ്ങൾ എന്നാണ് പറയാം. അത്തരം കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല, അത്തരം പുതുനിർമ്മിതികളെല്ലാം, അത്തരം ബിദ്അത്തുകളെല്ലാം ളലാലത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും പരിചയമില്ലാത്ത ദീൻ, അത് വിശ്വാസമാകട്ടെ, കർമ്മമാകട്ടെ, സ്വഭാവ സുലൂക്കിയായ കാര്യങ്ങളാകട്ടെ, എല്ലാം ബിദ്അത്താണ്. ആ ബിദ്അത്തുകളെല്ലാം ളലാലത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നന്നായി, ഏറ്റവും ഫസീഹായി സംസാരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത് വഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്ഥിതിക്ക് ചില ആളുകൾ പറയാണ് ബിദ്അത്തിൽ നല്ലതുണ്ട് ചീത്തയുണ്ട് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറികടന്ന് സംസാരിക്കലാണത്. അതൊരിക്കലും വിശ്വാസിക്ക് യോജിച്ചതല്ല. ഇത്രയുമാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ഹദീസിലുള്ളത്. ഈ ഹദീസ് ഞാൻ പറഞ്ഞതുപോലെ രണ്ട് ഹദീസുകളും, പ്രത്യേകിച്ച് രണ്ടാമത്തെ ഹദീസ് ഒരുപാട് മൻഹജിയായ കാര്യങ്ങൾ പഠിക്കാനുള്ള ഹദീസാണ്. പക്ഷെ നമ്മുടെ സമയം വളരെ കുറവായതുകൊണ്ട് ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.